മുറുക വണ്ടി എടുത്ത് ആളെ പാത്താച്ചി നിർത്തി. ഇതെന്താണ്ടത്? പുതിയ അവതാരമാ. വേൽമുരുകൻ വേലായുധൻകുട്ടി. വേലായുധൻകുട്ടിയുടെ ബാർബറ അവതാരം. തരക്കടില്ല, ഏതായാലും ഒരു കൈത്തൊഴിലായല്ലോ. അതേടാ അതെ. ഈ ദുഷ്ടൻ കാരണം ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. ആ ഇൻസ്പെക്ടറിന്റെ എല്ലാം പിടിച്ചു പറിച്ചു. എന്റെ 5000 രൂപ കൊണ്ടുപോയി. ഐസി അവരെടുത്തോ? நீங்க கஞ்சி காதரு குஞ்சி காதருன்னு சொன்னா எனக்கு என்ன புரியும்? இவரு இந்த ஊருக்கு தாதா அப்படின்னு சொன்னா தாருங்களா எனக்கு புரியும். விடு முருகா, അതെപ്പടി ഇവർക്ക് தெரியும்? നീ ഇവിടുത്തെ ആരാന്നാ പറഞ്ഞത്? ദാദാ. ഈ പഴനിയിലൊരു ദാദാ. അതൊന്നും നീ കാര്യാക്കണ്ട. അല്ല, നീ മുടി വെട്ടിയിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കുണ്ടോ? ആദ്യത്തെ 5 തല ശരിക്കും മുറിഞ്ഞു. എന്താ ചോര? എന്നിട്ട് നീ എന്ത് ചെയ്തു? ഇത്തിരി പൗഡർ വാരി പൊത്തി. അല്ല എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ്, ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം വിടുക. പെറുക്കണം മുറുക. மைனா, இது வேலாயுதன்குட்டி, என் நண்பன், ஊர்ல இருந்து வந்திருக்கு. வணக்கம். ഇത് മൈന, എന്റെ ഭാര്യ. നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇത് നാട്ടു ചെനുക്കാക്കനോടൊന്നും പറഞ്ഞു വിടണ്ട. ഞാൻ മുമ്പ് താമസിച്ചോടൊന്നും പൊക്കിയതാ. മുടിഞ്ഞ പ്രേമം തന്നെ. എന്താ മൈനെന്ന് പേരിട്ടത്? വേറൊന്നല്ല, ഇവിടെ ഇടക്കിടക്ക് പറക്കും. ആ മൈന, இந்த ബാഗ് എടുത്തുള്ളവേ. നിക്ക് 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 നിക്ക്. വേലായുധൻകുട്ടി ബാഗ് അകത്ത്, വേലായുധൻകുട്ടി പുറത്ത്. ഇവിടെ ആകെ ഒരൊറ്റ മുറിയേ ഉള്ളൂ. മൈന, അന്ത കട്ടിലെ തൂക്കി വെളിയെ പോടുമാ. വെളിയിലോ? അതെ. അപ്പൊ മഴ പെയ്ത ഞാൻ എന്ത് ചെയ്യും? കൊള്ളണോ? അയ്യോ സാരല്ല, ഞാൻ എനിക്ക് പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട്. അത് കിട്ടുന്നത് വരെ ഇവിടെ എവിടെങ്കിലും ഒക്കെ കൂട്. നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിയാണ്. 1.5 ലക്ഷം കൊതുണ്ട് ഇവിടെ. പേടിക്കണ്ട, അന്നെ അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോയില്ല. അത്ര തന്നെ മൂട്ടിന്റെ അടിയിൽ. പിന്നെ ആവശ്യത്തിലുള്ള കുറുക്കന്മാരും. ഭംഗി ഇല്ലാന്ന് പറഞ്ഞുകൂടാ. ஏற்கனவே வெளியே தாண்டா இருக்கேன். இன்னும் எங்கடா வெளியே கூப்பிடுற? முடியுமா? உன் புருஷனை அடக்கி வை. போன உள்ள. பேசுறதுல நீ என்னடா கத்தியாடே? நீங்க பார்பரா?
മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി വിഷുക്കണി കൊന്ന പോലും കാലിൽ പൊൻപൂവണിഞ്ഞു തൂമഞ്ഞും പൊന്നുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി തന്തികളിൽ മോഹത്തിൻ നീലാംബരികൾ തെളിയുന്നു മായുന്നു ആതിര പെണ്ണാളിൻ മണിവീണ തന്തികളിൽ മോഹത്തിൻ നീലാംബരികൾ തെളിയുന്നു മായുന്നു ദശപുഷ്പം ചൂടുമ്പോ ദശപുഷ്പം ചൂടുമ്പോൾ മനമുണരും കളമൊഴി തൻ കരളിൽ കുളിരലയിൽ ഇന്ന കൈലി കൈലാടുന്നു കൈവളകൾ വിഷുക്കണി കൊന്ന പോലും താലി പൊൻപൂവണിഞ്ഞു തൂമഞ്ഞും പൊന്നുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി പൊന്നമ്പലമുണരുമ്പോൾ പാടാൻ മറന്നുറങ്ങും പൈങ്കിളിയും പാടിപ്പോയി ചേങ്ങില താളത്തിൽ പൊന്നമ്പലമുണരുമ്പോൾ പാടാൻ മറന്നുറങ്ങും പൈങ്കിളിയും പാടിപ്പോയി പൂവേ പൊലി പാടുന്നു മറുകരയിൽ ഇന്ന കൊമ്പിലി കൊമ്പിലാടുന്നു പൂന്തളിരും വിഷുക്കണി കൊന്ന പോലും താലിൽ പൊൻപൂവണിഞ്ഞു തൂമഞ്ഞും പൊന്നുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി. മുത്തശ്ശി പറഞ്ഞതുപോലെ എന്നെ വേൽമുരുകൻ തുണച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അവൻ രക്ഷപ്പെട്ടുല്ലോ, അത് മതി. ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറായ കുഞ്ഞിക്കാദർ മുഖാന്തരം എനിക്കിവിടെ തന്നെ ഹെഡ് ക്ലീനിങ് സെക്ഷനിൽ ജോലി കിട്ടി. ദിവസവും ധാരാളം ഹെഡ് ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവന് സ്പോർട്സ് കോട്ടായി കിട്ടുമെന്ന്. ഇപ്പൊ എന്തായി? എന്തിന്റെ ഹെഡാന്നാണ് കൂട്ടാ ക്ലീൻ ചെയ്യാനുള്ളത്? അതായത് ഈ ലെതർ ഫാക്ടറി അല്ലേ, അപ്പൊ പലതിന്റെ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണല്ലോ ലെതർ. വായിക്ക് വായിക്ക്. നീ വായിക്കടേ. ഞാൻ ഇതോടൊപ്പം അമ്മണിക്കും എഴുതിയിട്ടുണ്ട്. അമ്മണി, എടി അമ്മണി, അവൾ എവിടെടി? ഇങ്ങോട്ട് ഇറങ്ങി വാടി. എടി ഇങ്ങോട്ട് ഇറങ്ങാൻ. ആ തെണ്ടിയോട് ആരടി പറഞ്ഞേ ഇങ്ങോട്ട് കത്തെഴുതാൻ? പറയടി. കത്ത് എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് അച്ഛാ. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. മതി,
കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ നെഞ്ചത്ത് കയറി കളിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. ഒരെണ്ണുള്ളൂ എന്ന് വിചാരിച്ച് കുഞ്ചിച്ച് അവസാനം എനിക്കത് ആകാശക്കോട്ടാലേ. വേണ്ട വേണ്ടെന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിട്ട് കുറെ കാലമായി. എന്താടി അച്ഛനൊരു വിലയില്ലേ ഇവിടെ? അവന്റെ ഒരു കത്തും അങ്ങനെ എന്താണോ? വണ്ടി റെഡി. എന്താ ഇടിച്ച വണ്ടി റിപ്പയർ കഴിഞ്ഞ് റെഡിയായി. മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും ഞാൻ. നടക്കോ? എഴുത്തിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി എടുത്തോ മോളെ. കൂട്ടി വെച്ചാ വായിക്കാൻ പറ്റും. നിന്നെ ഞാൻ അമ്മിണിക്കുട്ടിയെന്നോ ആനക്കുട്ടിയെന്നോ വിളിക്കേണ്ടത്? നിനക്ക് കത്തെഴുതാൻ എനിക്കൊരു കടലാസിന്റെ ആവശ്യമില്ലല്ലോ അമ്മിണി. എന്റെ മനസ്സ് നിന്റെ മുഖമാണല്ലോ അമ്മിണി. എന്റെ ഹൃദയത്തുടിപ്പുകൾ അതിലെഴുതുന്ന അക്ഷരങ്ങളാണല്ലോ അമ്മിണി. നമ്മൾ സ്നേഹിച്ചതും നമ്മൾ ജീവിക്കുന്നതും നമുക്ക് മാത്രം ഒന്നിക്കാനാണല്ലോ അമ്മിണി. മുരുകാ ഭവാനെ. ஷேவ் பண்ணுங்க தம்பி. உட்காருங்க. என்ன தம்பி ஷேவ் பண்ண தெரியாதா? അറിയാം. കടവുളെ, ഇത് എന്നോട് കത്തിതാൻ. ആര് പറഞ്ഞു? നിങ്ങൾ ആരാ? എന്നെ ഇതെല്ലാം എല്ലാമേ എൻ തങ്കமான பொருள். മുരുക ആണ്ടവനെ, എല്ലാമേ നീ എനിക്ക് തിരുപ്പി കൊടുത്തിയേ. എന്നാ സാർ ഇതൊക്കെ? ഷേവ് ചെയ്യാൻ പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. ഉണ്മയെ ചൊല്ലു, ഇതെല്ലാം എങ്കിരുന്ന് കിടച്ചത്? പറയാം സാർ, ഞാൻ എല്ലാം പറയാം. ഞാൻ പഴനിയിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. എന്റെ പേര് വേലായുധൻ കുട്ടി. അപ്പ പേര് ധർമ്മലിംഗം. അച്ഛൻ ധർമ്മം കൊടുത്ത് എല്ലാം നശിച്ചു പോച്ച്. അമ്മ ശിവകാമി. കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മയും അതിസാരം വന്ന് സെത്ത് പോച്ച്. ഞാൻ ജനിച്ച വളർന്നൊക്കെ കേരളത്തിലാ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തൊഴിൽ എന്നോടുകൂടി വേരറ്റ് പോണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇല്ലാത്ത കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് സാധനം മുഴുവൻ വാങ്ങിയത്. ഉന്മതൻ മുരുകനാണ് സത്യം. ഈ കത്രികയും കത്തിയൊക്കെ കണ്ടപ്പോ വളരെ ഐശ്വര്യമുള്ള ഒരാളുടെ എന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇത് തന്നെ വാങ്ങിയത്. ഇത് അങ്ങയുടെ തണങ്ങി എടുത്തോളൂ, ഞാൻ വേറെ മേടിച്ചോളാം. തമ്പി, இந்த கத்தி என் கத்தி, இந்த மிஷின் எம் மிஷின். உங்க அப்பா பேர் என்ன சொன்னே? ധർമ്മലിംഗം. அம்மா ശിവകാമി. மகனாய் நீ மட்டும்தானா? அப்போ நீ அநாத பையன். ஆமா சார், எனக்கு யாருமே இல்லை. வேலாயுதா, ஓ, நீ எனக்குப்ப மகன். என் சொத்துக்கள் எங்க வந்து சேரணுமோ அங்க வந்து சேர்ந்திருக்கு.
இதுதான் என் சொத்துக்கள். ஆமா, நீ இப்ப எங்க தங்கி இருக்கு? நான் இதுக்கு பின்னாடி வாடகை வீட்டுல. சீ, இனி எம் வீடோ உம் வீடு. நீ அநாதன் இல்லை, சனாதன். ஐயோ முருகா, என் பேரு காளீஸ்வரன், கவலையில் காளிமுத்து. இந்த முருகன் சாட்சியாக சொல்றேன், இன்று முதல் நீ என் மகன். இது சத்தியம், சத்தியம், சத்தியம். இதுதான் என் வீடு. உள்ளே கிளாஸ் நடந்துட்டு இருக்கு. எனக்கு ஒரே ஒரு மகள் ஆனந்தவி, ஒரே ஒரு பொண்டாட்டி ஐரவி. அவங்க என்ன பிரமாதமா டான்ஸ் ஆடும் தெரியுமா? உனக்கு பிரஷர் இருக்கு, சுகர் இருக்கு. நான் எத்தனை வாட்டி சொல்லி இருக்கேன் ஜாஸ்தி டான்ஸ் ஆடக்கூடாதுன்னு. போங்க எல்லாம் போங்க. போயிட்டு நாளைக்கு வாங்க. தம்பி, இது கீழே வை. சொல்லு தம்பி, இது யாரு? மகளாണല്ലേ? நான் இவங்களோட மனைவி. ஆனா ரொம்ப சின்ன வயசு. இல்லம்மா, கொஞ்சம் இப்படி வா. இது யாரு சொல்லு பாப்போம். ഇത് ആനന്ദവല്ലിയല്ലേ? கரெக்ட். ஹாய், என் பேரு சொல்றாருமா. சின்ன பொண்ணுல வெக்கப்படுறா. சேர வேண்டியது எங்கிருந்தாலும் சேர்ந்துதான் ஆகணும். புடி. சாரி. இது என் ரூம். வசதியெல்லாம் கொஞ்சம் கம்மி தான். உங்களுக்காக தான் காலி பண்ணிட்டு இருக்கேன். ஆமா, அப்பா பேரு தர்மலிங்கமா? அம்மா பேரு சிவகாமி தானே? எல்லாமே அப்பா சொல்லி இருக்கிறாரு. நீ சொன்ன மாதிரி வேலாயுதம் இனி நம்ம பையன்தான். அவனுக்கு அப்பாவும் இல்லை, அம்மாவும் இல்லை. வேலையில எவ்வளவு எக்ஸ்பெக்ட் இல்லை. கொஞ்ச காலம் சூப்பர்வைஸ் பண்ண வேண்டியதுதான். அது பார்த்துக்கலாம். பாக்குறதுக்கு என்ன லட்சணமா இருக்கான் பாத்தீங்களா? நம்ம ஆனந்தவல்லிக்கு பொருத்தமான ஜோடி. இதுக்கு தாண்டி டைம் டைம்னு சொல்றது. முருகன் தானே அவனை என்கிட்ட கொண்டு சேர்த்தது. ஆனந்தவல்லி, குழந்தைக்கு குளிக்கிறதுக்கு தண்ணி எடுத்து வை. இப்பதாம்மா சுட வச்சிருக்கேன். അയ്യോ എനിക്ക് പച്ചവെള്ളം മതി. എവിടെയാന്ന് വെച്ചാൽ ഞാൻ പോയി എടുത്തോളാം. அதெல்லாம் சொல்லக்கூடாது. இனிமே எல்லாம் என் வேலை. அப்பா எல்லாம் சொல்லியிருக்கிறாரு. താങ്ക്സ്. எங்க அப்பா ரொம்ப கெட்டிக்காரரு. அவ்வளவு சீக்கிரத்துல உத்திரிட்டையும் பழக மாட்டாரு. ஒரு ஆள் மூஞ்ச பார்த்தா அவர் நல்லவரா கெட்டவரான்னு கரெக்டா சொல்லிடுவாரு. അത് പിന്നെ ആനന്ദവല്ലി, എനിക്ക് തമിഴ് അങ്ങോട്ട് മനസ്സിലാവണല്ലേ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഐ കോണ്ട് ഫോളോ യുവർ ലാംഗ്വേജ്. இங்கிலீஷ்ல நல்லா பேசுவீங்களா? യെസ്. അച്ഛനെ പറ്റി എന്താ പറഞ്ഞത്? அப்பாவுக்கு திடீர்னு கோவம் வரும். கோவம் வந்தா என்ன செய்வார்னு சொல்லவே முடியாது. போன வாரம் கூட ஒராளை குத்திட்டாரு. കുത്ത്? போலீஸ் கூட வரல. அப்பான்னா அவ்வளவு பயம். தினம் எக்ஸசைஸ் பண்ணுவாரு. இப்படி இருக்காருன்னு பாக்காதீங்க. அந்த பேக் திருட்டு போனதுல இருந்து அப்பா பைத்தியம் பிடிச்ச மாதிரி ஆயிடுச்சு. நான் தான் சொன்னேன், திருடனை ஒண்ணும் செய்ய வேண்டான்னு. அந்த திருடனை மட்டும் கையில கிடைச்சா கண்டிப்பா எங்க அப்பா குத்திடுவாரு. അല്ല, ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാ. ஐயோ தெரியுமே. அந்த அந்த பேக் யாரு திருடினாலும் நல்லா இருக்கணும்.
இல்லைன்னா நீங்க இங்க வந்து சேர்ந்திருக்க முடியாதே இல்ல